കഴിവില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും ബിസിനസ് കൊണ്ട് നടക്കാൻ പറ്റും വെൻ തിങ്സ് ആർ ഓൾ ഗുഡ്. അവൻ സ്വയം ചിത്രീകരിച്ചിരിക്കുന്ന പർവ്വതീകരിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ റിയൽ വാർ അല്ല അവരെ തോപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഏത്. നമ്മൾ പലപ്പോഴും തോക്കുന്നത് യാഥാർത്ഥ്യത്തിലല്ല, അവന്റെ ഉള്ളിൽ അവൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമാജിനറി വാർ ഉണ്ട്. യാഥാർത്ഥ്യം തിരിച്ചറിയുക. യാഥാർത്ഥ്യം തിരിച്ചറിയുക. വാർ ടൈം ബിസിനസ് സ്ട്രാറ്റജി പ്രിൻസിപ്പിൾ നമ്പർ 1. ഒരു കമാൻഡോടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, നോ യുവർ റിയാലിറ്റി. യാഥാർത്ഥ്യം തിരിച്ചറിയുക. യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഇപ്പോ പല ബിസിനസ്സുകാരുടെയും പ്രശ്നം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെവിടെയാ പരാജയപ്പെടുന്നത്? ശരിക്കും ഈ പറയുന്ന പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളോ ഇതുകൊണ്ടൊന്നും അല്ല പല ബിസിനസ്സുകാരും പരാജയപ്പെടുന്നത്. ഒരു ഇമാജിനറി വാർ അവരുടെ ഉള്ളിൽ അങ്ങ് സൃഷ്ടിക്കും. അവരങ്ങ് ഇമാജിൻ ചെയ്യും. അവരൊരു യുദ്ധം അവർക്ക് ചുറ്റും അങ്ങ് രൂപകൽപ്പന ചെയ്യും. ഇങ്ങനെയാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്നതാണ് നടക്കുന്നത്. ആ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ റിയൽ വാർ അല്ല അവരെ തോപ്പിക്കുന്നത്. അവന്റെ ഉള്ളിൽ അവൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമാജിനറി വാർ ഉണ്ട്. ആ പ്രതിസന്ധി അല്ല അവനെ തകർക്കുന്നത്. അവൻ സ്വയം ചിത്രീകരിച്ചിരിക്കുന്ന പർവ്വതീകരിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അല്ലെ, സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ, നമ്മുടെ സുരാജ് ജയിലിൽ കിടക്കുക, അതിൻ്റെ അകത്തുനിന്ന് ഈ ജയിലിന്റെ കമ്പി പൊളിച്ചിട്ട് പുറത്തിറങ്ങി, ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് അവിടെ പോയി മദ്യപിച്ച് കിടക്കുന്ന പോലീസുകാരുടെ പോക്കറ്റിൽ നിന്ന് ലോക്കറ്റിന്റെ താക്കോൽ എടുത്തോണ്ട് വന്നിട്ട്, അതായത് ഈ ലോക്കറിന്റെ ജയിലിന്റെ താക്കോൽ എടുത്തോണ്ട് വന്നിട്ട് തിരിച്ച് ജയിലിൽ കയറും. എന്നിട്ട് ഈ കമ്പി എടുത്ത് തിരിച്ചു വെക്കും. എന്നിട്ട് ഇതിന്റെ അകത്തോട്ട് ഇരുന്നുകൊണ്ട് ഈ പൂട്ട് പൊളിക്കാൻ നോക്കും. അപ്പോഴത്തേന് ഈ താക്കോലം ഓടിച്ചു പോകും. അപ്പൊ അതിൻ്റെ അകത്ത് ഐ ആം ട്രാപ്ഡ് എന്ന് ഈ രീതിയാണ് പല ബിസിനസ്സുകാരെ സംബന്ധിച്ച്. സംഭവം സിമ്പിളായിട്ട് പുറത്തിറങ്ങാം, പക്ഷെ അതില്ല. അകത്ത് കയറി തനിയെ ഇരുന്നിട്ട് ട്രാപ്പിൽ പെടുത്തുന്ന ഒരു ഇമാജിനറി വാർ ഈ സമയത്ത് നമ്മളുടെയൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും തോക്കുന്നത് യാഥാർത്ഥ്യത്തിലല്ല, അല്ലെങ്കിൽ ആ യഥാർത്ഥ പ്രതിസന്ധി അല്ല നമ്മളെ തോപ്പിക്കുന്നത്. നമ്മളെ തോപ്പിക്കുന്നത് നമ്മൾ ചിത്രീകരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ആ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വാറാണ് നമ്മളെ തോപ്പിക്കുന്നത്. സോ ഒരു കമാൻഡോ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇമാജിനേഷൻസും അസംഷൻസും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് സീ ഫാക്ട് ആസ് ദേ ആർ. യാഥാർത്ഥ്യം എന്ത് എന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈഗോ മാറ്റിവെക്കുക, ആഗ്രഹങ്ങൾ മാറ്റിവെക്കുക, അസംഷൻസ് മാറ്റിവെക്കുക, ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് മാറ്റിവെക്കുക. ഇതെല്ലാം മാറ്റിയിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുക. സോ ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഏത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് യുവർ ട്രൂ പൊസിഷൻ. അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്നതിന് മുന്നേ നമ്മൾ അറിയണം നമ്മളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന്. ഇപ്പൊ ഒരു കമാൻഡോ ഓപ്പറേഷന് പോകുന്നതിന് മുന്നേ ആ കമാൻഡറുടെ കയ്യിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര ട്രൂപ്പുണ്ട്, എത്ര സൈന്യമുണ്ട്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവർക്കുള്ള ഫുഡ് സപ്ലൈ ഉണ്ടോ, അവരുടെ കയ്യിൽ എന്തൊക്കെ വെപ്പൺസ്, ആയുധങ്ങളുണ്ട്, അവരുടെ കയ്യിൽ ഏതൊക്കെ ടെറൈൻ ഉണ്ട്, ഏതൊക്കെ മേഖലയിൽ പോയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരുന്നത്, ഏതൊക്കെ ടെറൈനിൽ കൂടി ആയിരിക്കണം നമ്മൾ ഇതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, ഏതൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കളുടെ ശക്തി എന്താണ്, എന്തൊക്കെ പോരായ്മകൾ നമുക്കുണ്ട്. ഇതൊക്കെ ഒരു കമാൻഡോ ഓഫീസർ അറിയുന്നത് പോലെ തന്നെ
ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് യു ഷുഡ് ചെക്ക് യുവർ റിയാലിറ്റി. എത്ര ക്യാഷ് എൻ്റെ കമ്പനിക്കകത്തുണ്ട്, ക്യാഷ് ഇൻ ബാങ്ക്. എനിക്ക് ഒരു ഒരു ഫിക്സഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ മന്ത്ലി ഫിക്സഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്, എൻ്റെ ക്യാഷ് ഫ്ലോയുടെ ടൈമിംഗ് എങ്ങനെയാണ്, എൻ്റെ റിസീവബിൾസ് എത്രയാണ്, എൻ്റെ കസ്റ്റമേഴ്സിനെ ഫേസ് ചെയ്യുന്ന റിസ്ക് എന്തൊക്കെയാണ്, എന്തൊക്കെ ട്രെൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഡിമാൻഡ് ട്രെൻഡുകൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ടീമിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എവിടൊക്കെയാണ് എൻ്റെ കമ്പനിക്ക് ഓണർ ഡിപ്പെൻഡൻസി വരുന്നത്, മാർക്കറ്റിൽ നിൽക്കുന്ന ത്രെറ്റുകൾ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെ പ്രതിസന്ധിയിൽ നിൽക്കുന്നോ ആ സമയത്ത് ഇല്യൂഷൻസ് ഗെറ്റ് പണിഷ്ഡ് ഫാസ്റ്റ്. ഇല്യൂഷൻ, മിഥ്യാധാരണകൾ, നമ്മൾ ഊഹിച്ചെടുക്കുന്ന എന്തൊക്കെയുണ്ടോ, നമ്മൾ ഇമോഷണലായി ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം പണിഷ്മെന്റ് കിട്ടിയിരിക്കും. മാർക്കറ്റ് വിൽ പണിഷ് യു ഡ്യൂറിങ് ക്രൈസിസ്. കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്ന, കുഴപ്പമില്ലാത്ത, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് ഈവൻ ആൻ ആവറേജ് ഓണർ ക്യാൻ റൺ എ ബിസിനസ്. കഴിവില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും ബിസിനസ് കൊണ്ട് നടക്കാൻ പറ്റും വെൻ തിങ്സ് ആർ ഓൾ ഗുഡ്. ബട്ട് ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അവിടെ അറിയാം ആ ലീഡർക്ക് എന്താ വേണ്ടത് എന്ന്. കാരണം ആ ക്രൈസിസ് വരുമ്പോൾ കസ്റ്റമേഴ്സ് അവരുടെ ഡിസിഷൻസ് സ്ലോ ഡൗൺ ചെയ്യും. അവിടെ നമ്മുടെ കളക്ഷൻസ് സ്ലോർ ആകും. പെട്ടെന്ന് ഒരു ഡിമാൻഡ് കുറയും, ഡിമാൻഡ് ഡ്രോപ്പ് ആകും. നമ്മൾ മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു ഫിയർ ഉണ്ടാവും. ആ കറൻസി അൺസർട്ടനിറ്റി ഉണ്ടാവും, ലോജിസ്റ്റിക്സ് അൺസർട്ടനിറ്റി ഉണ്ടാവും, ആൻഡ് ഇമോഷൻസ് എല്ലാം ഓവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. സോ ആ റിയാലിറ്റി അറിയത്തില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ ചുവടും നമുക്ക് പിഴച്ചു. ക്രൈസിസ് സമയത്ത് അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നത്. ഒരു യുദ്ധവും ഒരു പ്രതിസന്ധിയും നമ്മളെ തോൽപ്പിക്കത്തില്ല. ആ സമയത്തെ, ആ പ്രതിസന്ധി സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ തോൽപ്പിക്കും. അതേ തീരുമാനങ്ങൾ ചിലപ്പോൾ നമ്മളെ വിജയിപ്പിക്കും. സോ ഡിസിഷൻ മേക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ ഡ്യൂറിങ് എ ക്രൈസിസ്. അതിന് ഏറ്റവും ആദ്യം ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിളാണ് നോ യുവർ റിയാലിറ്റി. അതല്ലാതെ ചാടിക്കേറി വില കുറയ്ക്കുക, പാനിക്കായിട്ട് വാങ്ങിച്ചു കൂട്ടുക, പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇതനുസരിച്ചിട്ട് ഈ ഒരു പ്രതീക്ഷ വന്നു, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹയർ ചെയ്യുക,